മലയാളികളുടെ കാർഷികോത്സവമാണല്ലോ വിഷു. അതുകൊണ്ട് തന്നെ ചക്കയ്ക്കും മാങ്ങയ്ക്കും തേങ്ങയ്ക്കും പഴവർഗ്ഗങ്ങൾക്കും ധാന്യങ്ങൾക്കും ഒക്കെ അതിൻ്റെതായ പ്രാധാന്യം വിഷുവിനുണ്ട്. ഇത് പറഞ്ഞപ്പോഴാണ് അല്ലേലും മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല, വീട്ടിലുള്ള പച്ചക്കറി തോട്ടത്തെ നിങ്ങൾ അവഗണിക്കുന്നു എന്ന പരാതിയുമായി അമ്മ മുന്നോട്ട് വന്നത്. എന്നാൽ പിന്നെ അതങ്ങ് പരിഹരിച്ചേക്കാം അല്ലേ. ഇതുണ്ടല്ലേ പറകില് എന്തായിരുന്നു അതിന്റെ പേര്? ബ്രിഞ്ചാൾ. ഇനി ഇവിടെ ഒരു ഇതുണ്ട് ആൻറ്റി, വഴുതനയുണ്ട് ബാക്കിൽ. ഇതാ അവിടെ. പറിക്കാനായോ? എന്തായാലും അമ്മയുടെ പരാതിയൊക്കെ മാറിക്കാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിനി കാവിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ വിഷുവിൻ്റെ തലേ ദിവസം നണ്ടലൂർ കാവിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. റോഡിൽ നിന്ന് മാറാത്തൊരു ചേട്ടൻ. ഹായ് ചേട്ടാ. ഇന്നിവിടെ നല്ല തിരക്കൊന്നുമില്ല. വിഷുവിൻ്റെ അന്നാണെങ്കിൽ നല്ല തിരക്കായിരിക്കും. കൈനീട്ടം വാങ്ങാനും പ്രാർത്ഥിക്കാനുമായി ഒരുപാട് ആൾക്കാർ വരും. അപ്പം നല്ല തിരക്കായിരിക്കും. അങ്ങനെ അവിടുന്ന് വേഗം തൊഴുതിറങ്ങി. തിരിച്ചു വരുന്ന വഴി റോഡിൻ്റെ 2 സൈഡിലും ഒരുപാട് കണിക്കൊന്ന കണ്ടു. ശരിക്കും വിഷു എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് കണിക്കൊന്നയുടെ മഞ്ഞ നിറമാണ്. പിന്നെ രണ്ടാമത് നമ്മുടെ ഹൈലൈറ്റ്സാണ് പടക്കങ്ങൾ. എത്രയൊക്കെ എൻവയോൺമെൻറ്റ് പൊല്യൂഷനാണെന്ന് പറഞ്ഞാലും 2 പടക്കം പൊട്ടിച്ചില്ലെങ്കിൽ എന്തോ ഒരു മിസ്സിങ് പോലെയാണ്. പ്രിയമുള്ളവരെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. താങ്ക് യു. പടക്ക കച്ചവടത്തിലാണെങ്കിൽ ഞാൻ പൈസ തരാം. കാരണം പടക്കങ്ങൾ എന്നും എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. I have wah. Check it out, yo. Wah. I break it down. Yeah. Check it out, yo. Wah. I'll do the beat back. Come on. Just come and dance with me. Wah. Check it out, yeah. ചടകെല്ലാം പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നേരെ കണി വെക്കാനുള്ള അപ്പം ഉണ്ടാക്കുന്നിടത്തേക്ക് അങ്ങ് പോയി. അപ്പോൾ കണി വെക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ടാണ് ഇത്. 8 മണിക്കൂറായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങ, 3 ഗ്ലാസ് അരി, പിന്നെ 250 ഗ്രാം വെല്ലം, 3 ഗ്ലാസ് അരിക്ക് 750. എള്ളും തേങ്ങയും കൊട്ടത്തേങ്ങയും പശുനെയ്യിൽ വാട്ടിയിട്ടിട്ട്. എട്ട് മണിക്കൂർ വെക്കണം അല്ലേ? കൂട്ടിട്ട് 8 മണിക്കൂർ വെക്കണം. അത് മറിഞ്ഞു വരുന്നു. ഇങ്ങനെ വരക്കും.
മോളെ അങ്ങനെ എടുത്തു. അപ്പൊ ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കിയ അപ്പം. ഇതിതാ ഇത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ കണി വെക്കാൻ ഇതൊക്കെ റെഡിയാക്കാൻ നിൽക്കുകയാണ് ഇനി. കണി വെക്കേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. കണി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കോയ പൊട്ടിക്കുക എന്നുള്ളത് മസ്റ്റാണ്. അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അമ്മയും മൂത്തയും കൂടെ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായി. ഞങ്ങൾ മലബാറുകാർക്ക് ഓണമാണെങ്കിലും വിഷു ആണെങ്കിലും ബിരിയാണി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അഥവാ സദ്യയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു ഫിഷ് ഫ്രൈയോ ചിക്കൻ ഫ്രൈയോ എന്തായാലും വേണം. ബിരിയാണി കഴിച്ച് ഒരു കോയയും കൂടെ പൊട്ടിക്കുന്നതോടുകൂടി ഈ വർഷത്തെ വിഷു ഇവിടെ അവസാനിക്കും.